അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ 12ാം ദിവസവും തുടരുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുമ്പോൾ പ്രതികൂലമാകുന്ന കാലാവസ്ഥ അത് ഇന്നും വെല്ലുവിളി ഉയർത്തുക തന്നെയാണ്. പ്രത്യേകിച്ച് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴും അതിശക്തമായ കുത്തൊഴുക്ക് തന്നെ ആണുള്ളത്. ഇടവിട്ട മഴ ശക്തമായി പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളികൾ ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നമുക്കറിയാം 2018 പ്രളയകാലത്ത് നമ്മുടെ രക്ഷകരായി മാറിയത് ആ മത്സ്യത്തൊഴിലാളികൾ ആയിരുന്നു. എന്നാൽ ഈ കുത്തൊഴുക്ക് ഈ ലോറി എന്ന് കരുതുന്ന ലോകഭാഗത്തിൻ്റെ അടുത്തേക്ക് ഈ ഇത്രയും ശക്തമായ കുത്തൊഴുക്കിൽ എത്താൻ പറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. വിനേഷ് കുമാർ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. വിനേഷ്, മത്സ്യത്തൊഴിലാളികളുടെ സംഘം എപ്പോഴേക്ക് എത്തും? അവരെ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും കരയിലുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരസേന എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാവികസേനയും അവരുടെ മുഴുവൻ എക്യുപ്മെൻസുമായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലാളികൾ ഈ മാൽപ്പയിലുള്ള ഉടുപ്പി ജില്ലയിലെ മാൽപ്പയിൽ നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികൾ, അതായത് ഏത് കുത്തൊഴുക്കിനെയും അവഗണിച്ചുകൊണ്ട് അവർക്ക് നീന്താനും ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ദൗത്യത്തിൽ പങ്കെടുക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവാൻ കഴിയുന്ന ഒരു വിഭാഗം എന്ന് തന്നെയാണ് പറയുന്നത്. അവരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കരയിലുള്ള മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള തെരച്ചിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നാവികസേനയും വെള്ളത്തിലിറങ്ങും. വെള്ളത്തിൽ നിന്നുള്ള ഡൈവിംഗ് സാധ്യമല്ലെങ്കിൽ പോലും മറ്റ് എന്താണ് ഇതിലെ പോംവഴി എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജിങ് എന്തായാലും നടന്നില്ല ഈ വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് കാരണം. ഒപ്പം തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ആലോചിക്കുന്നുണ്ട്. ഗോവയിൽ നിന്നുള്ള പ്രത്യേക സംഘം, ഗോവയിൽ നിന്നുള്ള എക്യുപ്മെൻറ്റ്സ് എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്നുള്ള ഇതിൻ്റെ വിദഗ്ധരായ ആളുകളും നേവിയിലുള്ള വിദഗ്ധരായ ആളുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് സ്ഥാപിക്കുന്നതോട്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതോടുകൂടി ആ പ്രദേശത്ത് ഒരു വെള്ളത്തിൽ കുത്തിയൊഴുക്ക് തടയാൻ കഴിയുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി തന്നെയാണ്. പക്ഷേ ഇത് വിജയിക്കണമെങ്കിൽ തന്നെ ഇത്ര നോട്ട്സ്, അതായത് 8 നോട്ട്സ് വെള്ളം ഇപ്പോൾ 6 മുതൽ 8 നോട്ട്സ് വരെയാണ് നീരൊഴുക്കുള്ളത്. അത്രത്തോളം കുത്തിയൊഴുക്കിൽ ഇത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 3 മുതൽ 3.5 വരെയുള്ള നോട്ട്സ്, 3-3.5 നോട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഡൈവിംഗ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഡൈവിംഗ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 സംവിധാനങ്ങളാണ് പ്രധാനമായും ഇന്ന് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ മാൽപ്പയിൽ നിന്നുള്ള വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ വെള്ളത്തിലിറക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. മറ്റൊന്ന്, അതായത് ഇതിന് ചുറ്റും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുക. എന്നിട്ട് ഇത് സ്പോട്ട് ചെയ്തിരിക്കുന്നു, അതായത് ഈ അർജുൻ്റേതെന്ന് പറയുന്ന ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായി തന്നെ ഇത് ഉയർത്തുന്നതിന് ഈ ലോറിക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ ഈ ഹൂക്ക് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഉയർത്താനുള്ള നടപടി ഉണ്ടാവുക. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള എന്തായാലും അല്പസമയത്തിനകം മന്ത്രി റിയാസ് മാധ്യമങ്ങളെ കാണും. ഇതിൻ്റെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, ഇന്നൊരു പക്ഷേ ഇത് സാധ്യമായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. എന്തായാലും 12 ദിവസമായിരിക്കുന്നു അർജുൻ കാണാമറയത്താണ്. ഇനി അർജുൻ തിരിച്ചു വരുമോ, തിരിച്ചു കിട്ടുമോ അർജുനെ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സംശയമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രക്ഷാദൗത്യം തന്നെ കൃത്യമായി വിജയത്തിലെത്തണമെങ്കിൽ മഴ നിൽക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണുള്ളത്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മഴ ഈ പ്രദേശത്ത് ഇവിടെ മഴ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ പോലും ഈ ഗംഗാവലി നദിയിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്കുണ്ടാവും. ഈ കുത്തൊഴുക്ക് കുറഞ്ഞു വരേണ്ടതുണ്ട്. ഈ കുത്തൊഴുക്ക് കുറയണമെങ്കിൽ ഒരു ദിവസങ്ങളോളം മഴ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. 2 ദിവസം തുടർച്ചയായി മഴയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ നീരൊഴുക്കിൽ ഒരു 3.5 നോട്ട്സിലേക്ക് വരികയുള്ളൂ. 3.5 നോട്ട്സ് വരെയൊക്കെ നീരൊഴുക്കുണ്ടാവുകയുള്ളൂ, അടിയൊഴുക്കുണ്ടാവുകയുള്ളൂ വെള്ളത്തിന് എന്നാണ് പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സംഘം എത്തിയിട്ടുണ്ട്. അതായത് നാവികസേന കൃത്യമായി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാവും മുന്നോട്ട് പോകുക. എന്തായാലും കരസേന ഇപ്പോൾ കരയിൽ അതിൻ്റേതായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നാവികസേനയും ഇറങ്ങും. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെയും ഉപയോഗിക്കും. അഭിലാഷ്, 16-ാം തീയതി ഉണ്ടായ അപകടമാണ്. 19-ാം തീയതിയാണ് അർജുനെ കാണാനില്ല എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അർജുൻ അപകടത്തിൽപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നത് പുറത്തു വരുന്നത്. അന്നു മുതൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുന്നു. കൂടുതൽ വിഭാഗങ്ങളെ തെരച്ചിലിനായി എത്തിക്കാൻ സാധിക്കുന്നു. കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ സാധ്യമാകുന്നു. അങ്ങനെ കരപ്രദേശത്ത് ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട്
തുടർച്ചയായി പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു പുഴയിൽ പുതിയ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നടന്നത്. അങ്ങനെ സിഗ്നൽ ലഭിച്ചു. ആ സിഗ്നലുകൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും സേനാ വിഭാഗങ്ങൾ എത്തുകയും 4 സിഗ്നലുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓരോ ദിവസവും പ്രതീക്ഷയുടേതാണ്, അതേസമയം വെല്ലുവിളികളും നിറഞ്ഞതാണ്. ഇന്നത്തെ ദിവസം പ്രതീക്ഷയേറ്റുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വരവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോറി സ്പോട്ട് ചെയ്തു എന്ന വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആയിരുന്നു. ലോറി ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. എങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോകുന്നു, ലോറിക്ക് അടുത്തേക്ക് ദൗത്യസംഘത്തിന് എത്താൻ പറ്റാതെ പോകുന്നു എന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഗംഗാവലിയിലെ അതിശക്തമായ കുത്തൊഴുക്ക് അതാണ് മുങ്ങൽ വിദഗ്ധർക്ക്, ഡൈവിംഗ് സംഘത്തിന് പരിശോധന നടത്തുന്നതിന് തടസ്സമാകുന്നത്. അതിനിടെ മറ്റു ചില പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ജീവന്റെ സാന്നിധ്യമുണ്ടോ അവിടെ എന്നത് അറിയാൻ, മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന, അതൊന്നും പോസിറ്റീവായ റിസൾട്ട് അല്ല നൽകിയത്. അതോടൊപ്പം തന്നെയാണ് ലോറിയുടെ ചലനം എന്നത് അതിശക്തമായ കുത്തൊഴുക്ക് ഉള്ള പ്രദേശം ആണ് ഇവിടം. ആ ഭാഗത്താണ് ലോറിയും കണ്ടെത്തിയിട്ടുള്ളത്. ലോറിയുടെ സ്ഥാനം മാറുന്നുണ്ട് എന്നതാണ് നിഗമനം. ലോറിയിൽ നിന്ന് തടികൾ വേർപെട്ടു പോയിരുന്നു എന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് തടി ലഭിച്ചത്. ഇത് അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന തടിയാണ് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ഓരോ ദിവസവും എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കണ്ടെത്തിയ ആ തടി ഇതായിരുന്നു. അതിൽ എഴുതിയിട്ടുള്ള ഈ മാർക്കിംഗ് എന്നത് അർജുൻ്റെ ലോറിയിലെ തടിയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അങ്ങനെ കെട്ടഴിഞ്ഞു പോയിട്ടുണ്ട് ഈ തടി എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോറിയുടെ പൊസിഷൻ മാറാനും കൂടുതൽ സാധ്യതയുള്ളത്. അതായത് ഇപ്പോൾ ഈ തടിയോടുകൂടിയ ലോറി ആയിരുന്നുവെങ്കിൽ കൂടുതൽ ഭാരമുണ്ടാകുമായിരുന്നു, ഈ പൊസിഷനിൽ മാറുവാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ തടി അഴിഞ്ഞു പോയ സ്ഥിതിക്ക് ലോറിയുടെ സ്ഥാനമൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറുന്നുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. പക്ഷെ ലോറി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ ലോറിയുടെ ക്യാബിൻ എവിടെയാണ് എന്നത് വ്യക്തമല്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്യാബിൻ ഏറ്റവും താഴെ, അതായത് തലകുത്തനെ നിൽക്കുന്ന സിഗ്നൽ ആണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏറ്റവും താഴെയാണ് ക്യാബിൻ വരുന്നത്. ഈ ക്യാബിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നോ, അർജുൻ പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടോ, ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നതിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ലോറിയിൽ നിന്ന് അർജുൻ പുറത്തിറങ്ങിയിരുന്നോ, ഇങ്ങനെ പുറത്തു നിന്ന സമയത്താണോ അപകടം ഉണ്ടായത് എന്നതിലും ഒന്നും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് കരയിലും അതോടൊപ്പം തന്നെ പുഴയിലും ഒരേ സമയം തന്നെ ഊർജിതമായി തന്നെ തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. സംശയങ്ങൾ നിരവധിയാണ് ഇപ്പോൾ ഈ സ്പോട്ടിൽ കാണുന്ന, അതായത് മണ്ണ് ഇടിഞ്ഞ് അതൊരു തിട്ടയായി മാറിയ സാഹചര്യം. അത്രമേൽ ഒഴുക്കുള്ള ഗംഗാവലിയിലേക്ക് മണ്ണ് ഒലിച്ചെത്തി അത് അവിടെ ഒരു തിട്ടയായി രൂപപ്പെടുമ്പോൾ എത്രത്തോളം അളവ് മണ്ണാണ് പുഴയിൽ ഉള്ളത് എന്നത് പ്രേക്ഷകർക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം. കരയിൽ നിന്നും ഉള്ള ദൃശ്യമാണ്. കരയിലും അതോടൊപ്പം തന്നെ പുഴയ്ക്ക് നടുക്കായി കാണുന്ന തിട്ടയ്ക്കും ഇടയിൽ ആണ് 4 സ്പോട്ടുകൾ കണ്ടെത്തിയത്. അതിൽ ഒന്ന് റോഡ് റെയിൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ടവറിൻ്റെ ലോഹഭാഗമാണ്. ടാങ്കർ ലോറിയുടെ ഒരു ക്യാബിൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് അർജുൻ്റെ ലോറിയും കണ്ടെത്തിയത്. ഈ ലോറി പൊസിഷൻ ചെയ്യുകയും സ്പോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് എങ്കിൽ പോലും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, നേരിയ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കുത്തൊഴുക്ക് തന്നെയാകാം കാരണം. ഒപ്പം ലോറി ചെളിയിൽ പൂണ്ടുകിടക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ആ ചെളിയിലും മാറ്റമുണ്ടാകും. കുത്തൊഴുക്കിൽ മണ്ണ് അവിടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രതിസന്ധികൾ ഏറെയാണ്, വെല്ലുവിളികൾ ഏറെയാണ്. ഈ വെല്ലുവിളികൾക്കൊക്കെ ഇടയിൽ ആണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ ദൗത്യം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ തെരച്ചിൽ 12ാം ദിവസവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. 12ാമത്തെ ദിവസം കാര്യമായ പുരോഗതി ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. അനുകൂലമാകുന്ന കാലാവസ്ഥയിൽ മാത്രമേ ഡൈവിംഗ് സംഘത്തിന് താഴെയിറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. അവരെ ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരും.